അതിരാവിലെ തന്നെ പോത്തിൻകുട്ടികളെ വാങ്ങാനുള്ള കർഷകരുടെ തിരക്കാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ചെറിയ വണ്ടികളിലായി ഫാമിലെത്തിക്കുന്ന പോത്തിൻകുട്ടികളുടെ വലിപ്പവും തൂക്കവും അനുസരിച്ചാണ് ഓരോ കർഷകരും ഇവയെ തിരഞ്ഞെടുക്കുന്നത്. കൊല്ലം ജില്ലയിലെ വെളിയം പഞ്ചായത്തിലെ സമ്മർലാൻഡ് ഫാം കാർഷിക സമൃദ്ധി കൊണ്ടും വിവിധ ജീവജാലങ്ങളെക്കൊണ്ടും ഗ്രാമീണ ഭംഗി നിറഞ്ഞ പ്രദേശം. ഇവിടെ പോത്തുകുട്ടികൾ മാത്രമല്ല, പശുവും കോഴിയും ആടും താറാവും കാടയും ഉൾപ്പെടെയുള്ള സമ്മിശ്ര ഫാമാണിത്. നീണ്ട 15 വർഷക്കാലം പ്രവാസിയായിരുന്ന വിനോദ് കുമാർ നാട്ടിൽ തിരിച്ചെത്തി ചെറിയ രീതിയിൽ കൃഷി തുടങ്ങുന്നു. അതിനുശേഷമാണ് സമ്മിശ്ര കൃഷിയിലേക്ക് ചുവടുവെക്കുന്നത്. ലാണ് ഈ ഫാം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫാം എന്നുള്ള ഒരു കൺസെപ്റ്റ് എൻ്റെ മനസ്സിൽ ഇല്ലായിരുന്നു. പ്രവാസിയായി ഞാനിവിടെ വന്ന് ഏകദേശം 4 ഏക്കറോളം സ്ഥലം ഞാൻ ഇവിടെ വാങ്ങിയതിന് ശേഷമാണ് ഇതിനകത്ത് ഫാം സ്റ്റാർട്ട് ചെയ്യുന്നത്. ആദ്യമേ വാഴ കൃഷിയായിരുന്നു. അതിനുശേഷം പിന്നെ കിടാരികളെ നിർത്തി, ജൈവ വളത്തിൻ്റെ ആവശ്യം വന്നപ്പോൾ കിടാരികളെ നിർത്തി കിടാരി കൃഷികൾ തുടങ്ങി. വെള്ളത്തിൻ്റെ ആവശ്യം വന്നപ്പോൾ കുളം കുത്തി മത്സ്യകൃഷി ചെയ്തു. ചുരുക്കത്തിൽ ഞാനിങ്ങനെ പറഞ്ഞു വരുവാണ്, മത്സ്യകൃഷി ചെയ്തു. അങ്ങനെ ഇതെല്ലാം ഒരു നല്ല വിജയമായിട്ടിപ്പോൾ പോയി. ഇപ്പം ഒരു ഇൻ്റഗ്രേറ്റഡ് ഫാമിന് വേണ്ടുന്ന എല്ലാ സംവിധാനങ്ങളും നമ്മളിവിടെ ഇപ്പോൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 2026 ആണ്. ദൈവത്തിൻ്റെ കൃപ കൊണ്ട് ഇപ്പോൾ ഏകദേശം 16-17 കൊല്ലം വരെ എൻ്റെ ഫാം ആയിട്ടുണ്ട്. ഈശ്വരൻ്റെ അനുഗ്രഹം കൊണ്ട് എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. എന്നെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ വൈഫ്, പിന്നെ എൻ്റെ മക്കളുമാർ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോഴും എല്ലാ കാര്യത്തിനും എൻ്റെ കൂടെ ഒരു കട്ടയ്ക്ക് നിൽക്കുന്നത് എൻ്റെ വൈഫാണ്. കോവിഡിനു ശേഷമാണ് ഹരിയാനയിൽ നിന്നും പഞ്ചാബിൽ നിന്നും മുറ ഇനത്തിലുള്ള പോത്തിൻകുട്ടികളെ തന്റെ ഫാമിൽ വളർത്താനും കർഷകർക്ക് വിൽക്കാനും തുടങ്ങിയത്. മാസം തോറും സ്ഥിരമായി 1-2 ലോഡ് പോത്തിൻകുട്ടികളെയാണ് വിനോദ് ഇവിടെ എത്തിക്കുന്നത്. പ്രധാന നിരത്തിൽ വലിയ കണ്ടെയ്നറുകളിലെത്തുന്ന പോത്തിൻകുട്ടികളെ അവിടെ നിന്നും ചെറിയ വാഹനങ്ങളിലായി സമ്മർലാൻഡ് ഫാമിൽ എത്തിക്കുന്നു. അവിടെ സജ്ജമാക്കിയിട്ടുള്ള ത്രാസിൽ തൂക്കം നോക്കിയാണ് കർഷകർക്ക് വിൽപ്പന നടത്തുന്നത്. 100 കിലോ മുതൽ 200 കിലോ വരെ ഭാരമുള്ള പോത്തിൻകുട്ടികളെയാണ് ഇവിടെ എത്തിക്കുന്നത്. ഒരു വർഷം വരെ വളർത്തിയാൽ ഇവയ്ക്ക് 300 മുതൽ 400 കിലോ വരെ തൂക്കം വയ്ക്കുന്നു. നല്ല കറുപ്പും പെട്ടെന്ന് വളരുന്നതും കേരളത്തിലെ കാലാവസ്ഥയ്ക്ക് വളർത്താൻ അനുയോജ്യവുമായ മുറ ഇനത്തിലുള്ള പോത്തിൻകുട്ടികൾക്ക് ആവശ്യക്കാർ ഏറെയാണ്. സമ്മർലാൻഡ് ഫാം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിലെ വളരെ വലിയൊരു ഫാമാണ്. അതിൻ്റെ ഓണറൊക്കെ എനിക്ക് പണ്ട് തൊട്ടേ അറിയാവുന്നതാണ്. നമ്മുടെ ഒരു അനിയന് ഒരു ചെറിയൊരു ഫാമായിട്ട് അവിടെ തുടങ്ങിയിട്ടുണ്ട്. അനിയൻ ഗൾഫിലാണ്. അങ്ങനെ ഞാൻ KSCB വർക്ക് ചെയ്യുന്ന ആളാണ്, മലപ്പുറത്താണ്. ഇപ്പം ലീവിന് നാട്ടിൽ വന്നപ്പം അവൻ പോത്തുകുട്ടിയെ മേടിക്കാൻ വന്നപ്പോൾ ഞാനും കൂടെ ചുമ്മാതെ അവരുടെ കൂടെ വന്നു എന്നേ ഉള്ളൂ. പക്ഷേ ഈ ഫാമിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മുറ ഇനത്തിൽപ്പെട്ട പോത്തുകുട്ടികളെ കിട്ടും. നല്ല ക്വാളിറ്റിയുള്ള പോത്തുകുട്ടികളാണ്. സത്യസന്ധമായിട്ട്
നടത്തുന്ന ഒരു ഫാമാണ്. ഇവിടെ എത്ര കുട്ടികൾ വന്നാലും നിമിഷ നേരം കൊണ്ട് അന്നേരം വിറ്റ് പോകും. ഇപ്പോൾ ഞങ്ങൾ ഏകദേശം ഒരു 10 കുട്ടിയെ എടുക്കാനായിട്ട് വന്നതാണ്. ഞങ്ങൾക്ക് ഒരു കുട്ടിയെ കിട്ടാനുള്ള ചാൻസ് ഉള്ളൂ ഇവിടുന്ന്. ഇവിടെ ഇപ്പോൾ എനിക്ക് നിന്ന് വന്ന ലോഡ് ഒരു 57 എന്നാണ് പറഞ്ഞത്. ഈ 57 കുട്ടികളും ഉണ്ട്. ഒരു 200 കുട്ടി വന്നാലും ഇപ്പം തന്നെ പോകുന്ന രീതിയിൽ ആളുമുണ്ട്. ഞങ്ങൾ പിന്നെ ധൃതി കാണിച്ചില്ല. ഇവിടെ അടുത്തുള്ളതായതുകൊണ്ട് ഞങ്ങൾ ധൃതി കാണിച്ചില്ല. ഒരു കുട്ടിയെ മാത്രമേ എടുത്തിട്ടുള്ളൂ. വിവിധ സ്ഥലങ്ങളിൽ നിന്നായി ധാരാളം കർഷകർ ഇവയെ വാങ്ങാൻ സമ്മർലാൻഡ് ഫാമിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. കൂടാതെ കൊല്ലം ജില്ലയിലെ വിവിധ പഞ്ചായത്തുകളിൽ നിന്ന് പല സ്കീമുകൾ പ്രകാരം കർഷകർക്ക് വിതരണം ചെയ്യാനായി സമ്മർലാൻഡ് ഫാമിൽ നിന്നും പോത്തിൻകുട്ടികളെ വാങ്ങാറുണ്ട്. ഞാൻ ജീവിതത്തിൽ നല്ലപ്പോഴാണ് ഒരു 7-8 മാസം മുന്നേ വീടിൻ്റെ ബാക്കിലെ കുറച്ച് പോച്ച അതൊക്കെ കിടന്നപ്പോഴത്തേക്ക് പുറത്തുനിന്ന് ആളിനെ വിളിച്ച് നിർത്തിയാൽ വലിയ കൂലിയും കാര്യങ്ങളും ഒക്കെ കൊടുക്കണം. 2 ആഴ്ച കഴിയുമ്പോൾ വീണ്ടും കിളിച്ച് വരും. അപ്പോൾ ഒരാളെന്നോട് പറഞ്ഞ് 2 പോത്തിനെ മേടിച്ച് അവിടെ ഇടാമെങ്കിൽ മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ലെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് 2 പോത്തിനെ കഴിഞ്ഞ 7-8 മാസം മുമ്പ് മേടിച്ചത്. ഇപ്പോൾ ഈ പെരുന്നാളിന് മുമ്പ് ഞാൻ വിറ്റതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഏതാണ്ട് 1.5 ഇരട്ടി വിലയ്ക്കാണ് ഞാൻ അതിനെ വിറ്റത്. നല്ലപോലെ ഭക്ഷണമൊക്കെ കൊടുത്തിട്ട് തന്നെ വിറ്റത്. ഇപ്പോൾ ഇവിടെ വന്നിട്ട് തന്നെ ഞാൻ 2-3 എണ്ണത്തിന് എടുക്കാൻ വന്നതാണ്. എനിക്ക് ഒരെണ്ണത്തിനേ കിട്ടിയുള്ളൂ. കാരണം കണ്ടമാനം ആൾക്കാർ മുൻകൂട്ടി ബുക്ക് ചെയ്തും വെളുപ്പിലെയൊക്കെ വന്ന് നിന്നത് കാരണം കിട്ടിയില്ല. പറമ്പിലെ കാടും ഒതുങ്ങും, നല്ല തെറ്റില്ലാത്ത ഒരു വരുമാനവും കിട്ടി ഈ പോത്ത് വളർത്തലിലൂടെ. പിന്നെ ഇവിടെ മറ്റെങ്ങും പോയി വാങ്ങാത്ത എന്താണെന്ന് പറഞ്ഞാൽ ഇവിടെ വന്നാൽ വിശ്വസിച്ച് വാങ്ങാം. വിലയിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഒരു പക്ഷേ ചിലപ്പോൾ അല്പം സ്വല്പം കൂടിയാൽ തന്നെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. നമുക്ക് കൊണ്ടുപോയാൽ മറ്റ് ദോഷങ്ങളൊന്നുമില്ല. ഇരട്ടി വിലയ്ക്ക് അത് വിൽക്കാനും പറ്റും. ഇന്ത്യയിലെ തന്നെ വലിയ പോത്തുകളിലൊന്ന് സമ്മർലാൻഡ് ഫാമിൽ ഇപ്പോൾ നിലവിലുണ്ട്. ഭീമൻ എന്ന് പേരിട്ടിരിക്കുന്ന ഇവന് 1000 കിലോയ്ക്ക് മുകളിൽ തൂക്കമുണ്ട്. നല്ല ഇണക്കവും അഴകുമുള്ള ഇവൻ സമ്മർലാൻഡ് ഫാമിലെത്തിയിട്ട് 1 വർഷം കഴിയുന്നു. തെക്കൻ ജില്ലയിലെ ഏറ്റവും വലിയ പോത്തിൻകുട്ടികളെ വിൽക്കുന്ന കർഷകനാണ് വിനോദ്. ശരിയായ കുത്തിവയ്പ് നടത്തി സ്ഥിരം ഫാമുകളിൽ നിന്നും വാങ്ങുന്ന പോത്തിൻകുട്ടികളായതിനാൽ വിശ്വാസ്യതയുടെ തെളിവായി മുഴുവൻ പോത്തിൻകുട്ടികളെയും ഇവിടെ നിന്ന് വിറ്റുപോകുന്നുണ്ട്. ഇപ്പം നമ്മൾ ഈ കോവിഡ് വന്നതിന് ശേഷം ഇപ്പോൾ നമ്മുടെ ഫാമിൽ ഹൈലൈറ്റായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പോത്തിനെ വളർത്തുക, കൊടുക്കുക എന്നുള്ളതാണ്. കാരണം ഹരിയാനയിൽ നമ്മൾ കൊണ്ടുവരുന്ന മുറ ബ്രീഡാണ്. മുറ ബ്രീഡ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ വളർച്ചയുള്ള ബ്രീഡാണ് മുറ. അതിന് നമുക്ക് ഹരിയാനയിൽ മാത്രമേ കിട്ടാറുള്ളൂ. ഇത് നമ്മൾ ഹരിയാനയിൽ നിന്ന് ഇവിടെ കൊണ്ടുവന്നിട്ട് പഞ്ചായത്ത് ബേസിൽ കർഷകർക്കും കൊടുക്കുന്നുണ്ട്, നമ്മളിവിടെ വളർത്തുകയും ചെയ്യുന്നുണ്ട്. വളർത്തിയിട്ട് നല്ല വിലയ്ക്ക് കൊടുക്കുന്നുണ്ട്. കാരണം വളർത്താൻ അറിയാവുന്നവർക്ക് ഇതിൽ വലിയ ലാഭം ഉണ്ടാകുന്ന ഒരു ബിസിനസ്സാണ് ഈ മുറ കുട്ടികളെ വളർത്തുന്നത്. ഇവിടെ നല്ല രീതിയിൽ ആൾക്കാർ ഇവിടെ വന്ന് മേടിക്കുന്നത്. ഏകദേശം നമ്മളെ ഒരു വർഷം 10,000-50,000 കുട്ടികളോളം നമ്മളെ ഫാമിൽ നിന്ന് നമ്മൾ വിറ്റ് ആൾക്കാർക്ക് കൊടുക്കാറുണ്ട്. ഇപ്പോഴത്തെ എല്ലാവരുടെയും ആ ഒരു ട്രെൻഡ് അതാണ്. കാരണം ഇതിന് വലിയ ചിലവില്ല ഇതിനെ വളർത്തുന്നതിന്. എവിടെയെങ്കിലും പുല്ലുള്ളിടത്ത് അഴിച്ച് കെട്ടുക, വൈകിട്ട് തിരിച്ചു കൊണ്ട് കൂട്ടുക. പിന്നെ ചിലവർ കണ്ടമാനം തീറ്റ കൊടുത്ത് വളർത്തുന്നവർക്ക് അതിന് വലിയ പ്രയോജനമില്ലാതെ പോവും. പ്രയോജനമില്ലെന്ന് പറയുന്നവരുണ്ട്. പക്ഷേ ഇതിനെ വളർത്താൻ അറിയാവുന്നത് ചെറിയ അവിടുന്ന് ഇവിടുന്ന് പച്ചക്കറി വേസ്റ്റ് കാര്യങ്ങൾ, ഈ ചപ്പാത്തിയുടെ വേസ്റ്റ് ഇങ്ങനെയൊക്കെ കൊടുത്ത് വളർത്തുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. നല്ല ടെക്നിക്കലി വളർത്താൻ അറിയാവുന്നവരുണ്ട്. പിന്നെ ഇതിൻ്റെ വാക്സിനേഷൻ കറക്റ്റായിട്ട് 2 മാസത്തിൽ ആ വിരയുടെ ഇഞ്ചക്ഷനും കാര്യങ്ങളൊക്കെ എടുത്ത് വളർന്ന് നല്ല രീതിയിൽ വളരുന്ന കുട്ടികളാണ് ഈ മുറയെന്ന് പറയുന്നത്. കറക്റ്റ് മുറയെ തന്നെ വാങ്ങുന്നവർ എപ്പോഴും മുറയെ തന്നെ ചെക്ക് ചെയ്ത് ജനങ്ങൾക്കറിയാം. ഇപ്പോൾ ജനങ്ങൾക്ക് നല്ല കർഷകർക്കറിയാം മുറ കുട്ടികളേതാ, ആന്ധ്ര കുട്ടികളേതാ, തമിഴ്നാട് കുട്ടികളേതാ. ചെക്ക് ചെയ്ത് തന്നെ മേടിച്ച് ഇതിന് നല്ല രീതിയിൽ വളർന്ന കുട്ടികളെ വളർത്തിയാൽ വളരെ ലാഭകരമായ ഒരു ബിസിനസ്സാണ് ഇപ്പോഴത്തെ മുറ വളർത്തുന്നത്. നമ്മുടെ ഫാമിലും ഉണ്ട്. നമ്മുടെ ഫാമിലൊക്കെ ഏകദേശം 1500 കിലോ വരെ വെയിറ്റുള്ള നല്ല ഇന്ത്യയിലെ ഏറ്റവും നല്ല പോത്ത് നമ്മളെ ഫാമിൽ തന്നെ ഞാൻ ഇപ്പോൾ വളർത്തുന്നുണ്ട്. നല്ല രീതിയിൽ വളർന്നു വരുന്നുണ്ട്. അതിനൊക്കെ നല്ല മോഹവിലകൾ കിട്ടുന്ന സമയങ്ങളുണ്ട്. കാരണം സെമൻ യൂസ് ചെയ്യുന്നവർ അങ്ങനെ വന്നെടുക്കാറുണ്ട്. അങ്ങനെ വന്ന് നമ്മളുമായിട്ട് ബന്ധപ്പെടുന്നുണ്ട്. പോത്തുകുട്ടികൾ മാത്രമല്ല, തൊഴുത്തിലായി കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന HF, ജേഴ്സി, സങ്കര ഇനത്തിലുള്ള 35 പശുക്കളും 2 മുറ എരുമകളെയും കാണാൻ കഴിയും. നിലവിലുള്ളവയെല്ലാം കറവ പശുക്കളാണ്. യന്ത്രം മുഖേനയും അല്ലാതെയുമാണ് കറവ.
സംഭരിക്കുന്ന പാൽ നേരിട്ട് തന്നെ സൊസൈറ്റിയിൽ എത്തിക്കുകയാണ് പതിവ്. മൃഗങ്ങളുടെ പരിപാലനത്തിനും ഫാമിന്റെ മുഴുവൻ കാര്യങ്ങൾ നോക്കുന്നതിനായും 5 ജോലിക്കാരെ സ്ഥിരമായി ഇവിടെ നിയമിച്ചിട്ടുണ്ട്. കന്നുകാലികളുടെ ഭക്ഷണ കാര്യത്തിലും വളരെ ശ്രദ്ധാലുവാണ് വിനോദ്. ചിലവ് കുറഞ്ഞ ധാന്യപ്പൊടികളും കപ്പ വേസ്റ്റ്, ഉഴുന്നുപൊടി എന്നിവയാണ് കന്നുകാലികൾക്ക് നൽകുന്നത്. 2 നേരങ്ങളിൽ സാധാരണ ആഹാരത്തിനു പുറമെ തീറ്റപ്പുല്ലും ധാരാളമായി നൽകി വരുന്നുണ്ട്. പശു വളർത്തലിൽ വലിയൊരു പങ്കും തീറ്റ ചെലവാണ്. സ്വന്തമായി പുൽകൃഷി ചെയ്യുന്നതിലൂടെ ഈ ചിലവ് നല്ലൊരു പരിധിവരെ ഇദ്ദേഹത്തിന് കുറയ്ക്കാൻ കഴിയുന്നുണ്ട്. കന്നുകാലികൾക്ക് പോഷകസമൃദ്ധമായ പച്ചപ്പുല്ല് ഉറപ്പാക്കാൻ ധാരാളമായി ഇവിടെ തീറ്റപ്പുൽ കൃഷി ചെയ്തിട്ടുണ്ട്. CO3, CO5, റെഡ് നേപ്പിയർ എന്നീ ഇനം തീറ്റപ്പുല്ലാണ് ഇവിടെ കൃഷി ചെയ്തിരിക്കുന്നത്. രണ്ട് ഹൈദരാബാദി ബീറ്റിൽ ആടുകളെ മേയാനായി ഫാമിൽ അഴിച്ചുവിട്ടിരിക്കുന്നു. നീളമുള്ള ചെവിയും നല്ല ശരീരഭാരവുമുള്ള ഇവയെ കാണാൻ കൗതുകകരമാണ്. ഫാമിന് നടുവിലായി ഒഴുകുന്ന തോടും കൃഷിസ്ഥലത്തിനടുത്തായിട്ടുള്ള ജലാശയങ്ങളും ഉപയോഗപ്പെടുത്തി 250ഓളം താറാവുകളെയും പാത്തകളെയും ഇവിടെ വളർത്തുന്നു. മുട്ടയുടെയും ഇറച്ചിയുടെയും വിപണനം ലക്ഷ്യം വച്ചാണ് താറാവ് വളർത്തൽ. പാടശേഖരത്തിലൂടെ നീന്തി നടക്കുന്ന താറാവുകൾ മനോഹരമായ കാഴ്ചയാണ് സമ്മാനിക്കുന്നത്. തോടിനോട് ചേർന്ന് ഒരു നിർമ്മിത മത്സ്യക്കുളവും തയ്യാറാക്കിയിട്ടുണ്ട്. താറാവുകളെ മാത്രമല്ല, മുട്ടയ്ക്കായി നാടൻ കോഴികളെയും ഇറച്ചിക്കായി 2000ഓളം ബ്രോയിലർ കോഴികളെയും ഇവിടെ വളർത്തുന്നുണ്ട്. സ്വകാര്യ ഹാച്ചറിയിൽ നിന്നും 1 മാസം പ്രായമുള്ള കോഴിക്കുഞ്ഞുങ്ങളെ വാങ്ങി 35 മുതൽ 40 ദിവസത്തോളം വളർത്തി വലുതാക്കി കച്ചവടക്കാർക്ക് നൽകുകയാണ് പതിവ്. കൂടാതെ മുട്ടയും കോഴിയും ഹോൾസെയിലായി വിൽക്കാറുമുണ്ട്. കാടമുട്ടയ്ക്ക് ആവശ്യക്കാർ ഏറെയാണ്. 500ഓളം കാടകൾ ഇവിടുത്തെ കൂട്ടിൽ വളരുന്നുണ്ട്. ദിവസം 300ഓളം മുട്ടകൾ ഇവിടെ നിന്നും വിറ്റഴിക്കുന്നുമുണ്ട്. നമ്മുടെ ഫാമിൽ ഇപ്പോൾ ഇൻ്റഗ്രേറ്റഡ് ആയിട്ട് കൃഷി ചെയ്യുന്നുണ്ട്. നമ്മുടെ ഫാമിൽ ഇപ്പോൾ ഉള്ളത് പശു, ആട്, കോഴി, താറാവ്, കാട, ഇറച്ചിക്കോഴികൾ, മത്സ്യം, പിന്നെ വെജിറ്റബിൾസ്, ഇങ്ങനെ എല്ലാ രീതിയിലും മനുഷ്യന് വേണ്ടുന്ന കഴിക്കാൻ കൊള്ളാവുന്ന എല്ലാ സാധനങ്ങളും നമ്മൾ ഇവിടെ തന്നെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഇവിടെ വരുന്ന കർഷകർക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്. പരിധി കൂടുതൽ നമ്മൾ വിപണിയിലോട്ടും അല്ലാതെ വരുന്ന കസ്റ്റമേഴ്സ് ഉണ്ട്, അവർക്ക് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് ഇപ്പം നമ്മുടെ ഫാമിൻ്റെ രീതികൾ പോകുന്നത്. പിന്നെ പാല് ഏകദേശം നമ്മൾ 300 ലിറ്ററോളം പാല് സൊസൈറ്റി തന്നെ കൊടുക്കുന്നുണ്ട് ഡെയിലി. അത് സൊസൈറ്റിക്ക് തന്നെ കൊടുക്കുക. ചില്ലറ വ്യാപാരം ഞാൻ ചെയ്യുന്നില്ല. കാരണം സൊസൈറ്റി നമുക്ക് തരുന്ന ആ ഒരു ഇൻസെൻറ്റീവ്, ബോണസ് വളരെ വിലപ്പെട്ടതാണ്. ആദ്യമേ നമുക്ക് കൊടുക്കുമ്പോൾ ഈ പറയുന്ന കണക്ക് വെളിയിൽ 10 രൂപ കൂടുതൽ കിട്ടുന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ പ്രതീക്ഷിച്ചല്ല കൊടുക്കുന്നത്. ഞാനത് സൊസൈറ്റിക്ക് കൊടുക്കുമ്പോൾ എനിക്ക് ഓണത്തിനാവുമ്പോഴും അവരുടെ ഇൻസെൻറ്റീവ് ടൈമിലാകുമ്പോൾ എനിക്ക് മാന്യമായ ബോണസും ഇൻസെൻറ്റീവും എനിക്ക് കിട്ടുന്നുണ്ട്. അതൊരു വലിയ ഉപകാരമാണ്. കാരണം ഒരു ഓണത്തിനൊക്കെ നമുക്ക് പൈസയുടെ ആവശ്യം വരുമ്പോൾ അവർ
തരുന്ന പൈസ എന്നൊക്കെ പറഞ്ഞാൽ വളരെ വിലപ്പെട്ടതാണ്. അന്നേരം നമ്മുടെ ഓണം ഫ്രീ ആയിട്ട് അങ്ങനെ പോകും. പശു വളർത്തൽ ഒരിക്കലും നഷ്ടമാണെന്ന് ഞാൻ പറയത്തില്ല. ഞാൻ പശുവിൽ നിന്നാണ് തുടങ്ങി. എനിക്ക് 55ഓളം പശുക്കളുള്ള സമയത്തായിരുന്നു എനിക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയത്. അതിനുശേഷം കോവിഡ് തുടങ്ങിയപ്പോൾ പിന്നെ ജോലിക്കാരെ കിട്ടാതായപ്പോഴാണ് പശുവിനെ ഇപ്പോൾ കുറച്ച്, എന്നാലും എനിക്കിപ്പോഴും 30-35ഓളം പശുക്കൾ എനിക്കിപ്പോൾ ഉണ്ട്. ഇനിയും പശുക്കളെ കൂട്ടാനുള്ള ഒരു രീതിയിലാണ് ഞാൻ ചെയ്യുന്നത്. മൃഗസംരക്ഷണത്തോടൊപ്പം കാർഷിക വിളകൾക്കും പ്രാധാന്യം നൽകുന്ന കൃഷി രീതിയാണ് വിനോദ് ഇവിടെ അവലംബിച്ചിരിക്കുന്നത്. തൊഴുത്തിൽ നിന്നും ലഭിക്കുന്ന ചാണകവും സ്ലറിയും ഉപയോഗപ്പെടുത്തി പുൽകൃഷിക്കൊപ്പം വാഴയും കിഴങ്ങുവർഗ വിളകളും കൃഷി ചെയ്യുന്നുണ്ട്. ഫാമിന്റെ വിവിധ ഭാഗങ്ങളിലായി വിവിധ തരം പ്ലാവുകൾ, മാവുകൾ, ഫലവർഗ സസ്യങ്ങൾ എന്നിവയും നന്നായി വളർത്തുന്നുണ്ട്. തൊഴുത്തിനോട് ചേർന്നുള്ള ബയോഗ്യാസ് പ്ലാന്റിൽ നിന്ന് ലഭിക്കുന്ന പാചകവാതകം ഉപയോഗിച്ചാണ് ജോലിക്കാരും മറ്റും ഭക്ഷണം പാകം ചെയ്യുന്നത്. ഇതുകൂടാതെ തൊഴുത്തിലെ ചാണകം പ്രത്യേകം ഷെഡിൽ നിരത്തി ഉണക്കി സൂക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. റിട്ടയർഡ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപികയായ വിനോദിന്റെ ഭാര്യ ഇന്ദുകല ടീച്ചർ ഫാമിന്റെ എല്ലാവിധ പ്രവർത്തനത്തിനും മുഴുവൻ സമയവും ഇദ്ദേഹത്തിന്റെ കൂടെയുണ്ട്. കർഷകർ തങ്ങൾ വാങ്ങിയ പോത്തിൻകുട്ടികളുമായി മടങ്ങുകയാണ്. പ്രതീക്ഷിച്ച എണ്ണം ലഭിച്ചില്ല എങ്കിലും അടുത്ത വരവിൽ ആവശ്യമുള്ള പോത്തിൻകുട്ടികളെ നൽകാമെന്ന വിനോദിന്റെ വാക്കിനാൽ സന്തോഷത്തോടെയാണ് ഫാമിൽ നിന്നും കർഷകരുടെ മടക്കയാത്ര. കൃഷി ദർശൻ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. വിലാസം: ദി പ്രൊഡ്യൂസർ, കൃഷി ദർശൻ, ദൂരദർശൻ കേന്ദ്രം, കുടപ്പനക്കുന്ന്, തിരുവനന്തപുരം 695043. ഫോൺ 0471 27318770. ഇമെയിൽ ddkrishitvm@gmail.com.